ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. ഇത് ഡെയിലി ഇംഗ്ലീഷ് ടിപ്സിൻ്റെ 3-ാം ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ അതിനെ 3 points ഓഫ് വെൽക്കം എന്ന് പറയാം. അതെപ്പോഴും ഉണ്ടായിരിക്കുക, ജീവിത വിജയത്തിന് തന്നെ അത് അത്യാവശ്യമാണ്. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ് ആൻഡ് ലുക്ക് ഇൻ ടു ദ ഐസ്. ഒന്ന് പുഞ്ചിരിക്കുക, അതാണ് സ്മൈൽ. ആരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്ന് പുഞ്ചിരിക്കുക. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദ ഫേസ്, മുഖത്ത് നോക്കി സംസാരിക്കുക. അതുപോലെ ലുക്ക് ഇൻ ടു ദ ഐസ്, കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സദസ്സിനെ നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ, പുതുതായിട്ട് ആരെയെങ്കിലും പരിചയപ്പെടുമ്പോൾ, അതുമാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ആരുമായിട്ടും നമ്മൾ ഇടപഴകുമ്പോൾ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലിക്കേണ്ട 3 കാര്യങ്ങളാണിത്. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ റൂമിലേക്ക് ചിരിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്നവരിലേക്കും ആ പുഞ്ചിരി നിങ്ങൾക്ക് കൈമാറാൻ കഴിയും. അപ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരും. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുകയല്ല, സൗമ്യമായിട്ട് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ്, അറിയാതെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. അത് അവർക്ക് ഫീൽ ചെയ്യും. ചിലവർ കാണാം, ആത്മവിശ്വാസം കുറഞ്ഞവരാണ് മുകളിലേക്ക് നോക്കുക അല്ലെങ്കിൽ താഴേക്ക് നോക്കുക, ഇങ്ങനെ വശത്തേക്കൊക്കെ നോക്കി സംസാരിക്കുന്നത്. നെവർ ഡു ദാറ്റ്. സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ് ആൻഡ് ലുക്ക് ഇൻ ടു ദ ഐസ്. ഇതവിടെ പാലിക്കണം. ഇനി ഒരു സദസ്സിനെ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് ഓടിച്ചെന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങരുത്. എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കി സംസാരിക്കുകയല്ല. ആദ്യം നമ്മളവിടെ നിന്നു, എന്നിട്ട് എല്ലാവരെയും ഒരു പുഞ്ചിരിയോടുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ പുഞ്ചിരിക്കുമ്പം അവരിലേക്ക് അത് കൈമാറാൻ കഴിയും. എന്നിട്ട് സൗമ്യമായിട്ട് നോക്കി സംസാരിക്കും. ഇത് തന്നെയാണ് അധ്യാപകർ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും. ഗൗരവത്തിൽ കയറി ചെന്നാൽ ആ കുട്ടികളിൽ ഒരു ഗൗരവം തന്നെയാണ് ഉണ്ടാവുക. അതേസമയം നമ്മൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോൾ ആ സന്തോഷം അവരിലും ഉണ്ടാവും. തിരിച്ചവരും പുഞ്ചിരിക്കും. അതുപോലെ തന്നെ അവരെല്ലാവരും ഒന്ന് നോക്കിയാൽ സൗമ്യമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ അറിയാതെ അവരിൽ നിന്നും നമ്മളിലേക്ക് ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള നോട്ടം വരും. ഇത് തന്നെയാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോഴും, അതുതന്നെയാണ് ദിവസവും നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ ഒരു പുഞ്ചിരി, വിടാത്തൊരു പുഞ്ചിരി അവിടെ ഉണ്ടായിരിക്കണം. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാവേണ്ടതല്ല, സ്വാഭാവികമായിട്ടുള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇത് ശീലമാക്കി കഴിഞ്ഞാൽ എത്ര ടെൻഷനുള്ള ഒരവസ്ഥയാണെങ്കിലും അവിടെ പെട്ടെന്ന് ആ ടെൻഷനൊക്കെ ഉരുകിപ്പോയി ഒരു സന്തോഷമുള്ള അവസ്ഥയുണ്ടാവും. അപ്പം നിത്യജീവിതത്തിൽ ഇത് നമ്മളെപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ്, ലുക്ക് ഇൻ ടു ദ ഐസ്. ഇനി ഗ്രീറ്റിങ്സ് എന്ന് പറയും, അതായത് അഭിവാദന രീതികൾ. നമ്മൾ പരിചയപ്പെടുമ്പോഴും കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരുപാട് രീതികൾ ഇംഗ്ലീഷിലുണ്ട്. നമ്മുടെ മലയാളത്തിൽ വളരെ കുറവേ ഉള്ളൂ. കൂടി വന്നാൽ നമുക്കൊരു നമസ്തേ, നമസ്കാരം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ പ്രയോഗമുണ്ട്. അതിൽ കുറച്ചാണ് നമ്മൾ നേരത്തെ 5 പ്ലീസിങ് വേർഡ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. ഇത് അതുപോലെ തന്നെ കണ്ടുമുട്ടുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് കാരണം നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയാണ്, അപ്പോൾ അവരുടെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഗ്രീറ്റിങ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഓക്കെയാണ്. സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ്, ലുക്ക് ഇൻ ടു ദ ഐസ്. ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ അവിടെയുണ്ട് അവരുടെ രീതിയാണ് ഷെയ്ക്ക് ഹാൻഡ്സ്. അതേ കൈ പിടിച്ച് കുലുക്കുക, ഷെയ്ക്ക് ഹാൻഡ്സ് എന്ന് പറയും. ഹസ്തദാനം ചെയ്യുക എന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് ആരും അതിന് മെനക്കെടില്ല. ഇന്ത്യൻ സ്റ്റൈലിൽ ഫോൾഡ് യുവർ ഹാൻഡ്സ്, 2 കൈയും കൂപ്പിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഐദർ ഷെയ്ക്ക് യുവർ ഹാൻഡ്സ് ഓർ ഫോൾഡ് യുവർ ഹാൻഡ്സ് ആൻഡ് സേ ഹായ് ഓർ ഹലോ. ഇതിലേതെങ്കിലും ഒന്ന് പറയുക. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ 3ൻ്റെ തുടർച്ചയാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ നിങ്ങൾ അയാളെ പുഞ്ചിരിയോടുകൂടി നോക്കി ഹസ്തദാനം ചെയ്ത് ഹായ് ഹലോ എന്നൊക്കെ പറയാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പം നമ്മൾ പരിചയപ്പെടുന്ന ആ തുടക്കമായി
ഒരിക്കലും ഒരു വിദേശിയെ കാണുമ്പോൾ, ഒരു ഇംഗ്ലീഷുകാരനെ കാണുമ്പം ഇന്ത്യൻ രീതിയിൽ അങ്ങോട്ട് കയറിയിട്ട് പേര് ചോദിക്കരുത്. നമുക്ക് മലയാളത്തിൽ അങ്ങനെയാണ്. മലയാളത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ല എന്താ പേര്, നിങ്ങളുടെ പേരെന്താന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് നമുക്കിവിടെ ഒരു പ്രശ്നമില്ല, അത് മര്യാദപൂർവ്വം തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അത് മര്യാദ ഇല്ലാത്തൊരു ചോദ്യമാണ്. ഒരാളെ കയറി അങ്ങോട്ട് ഇപ്പം നമ്മൾ എന്താണ് നിൻ്റെ പേരെന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുക. അതവരെ ഹേർട്ട് ചെയ്യും, അതവർക്ക് ഇഷ്ടമില്ല. അതിന് പകരം നമ്മൾ സ്വയം നമ്മളെ പരിചയപ്പെടുത്തുക, അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതി. നമ്മൾ ആദ്യം നമ്മളെ പരിചയപ്പെടുത്തുക, എന്നിട്ട് അവരുടെ പേര് ചോദിക്കുക. അപ്പം നിങ്ങളൊരു ഇംഗ്ലീഷുകാരനെയോ ഒരു ഇംഗ്ലീഷുകാരിയോ കണ്ടു എന്ന് വെച്ചോളൂ, നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. എക്സ്ക്യൂസ് മീ, ഈ തുറിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ്. എക്സ്ക്യൂസ് മീ, ഐ ആം സാബു, വാട്ട്സ് യുവർ നെയിം? അപ്പോൾ ആ രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഉടനെ അവർ പറയും അവരുടെ പേര്. ഫോർ എക്സാമ്പിൾ, ഐ ആം ജോൺ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗുഡ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു, പ്ലീസ് ടു മീറ്റ് യു, ഹാപ്പി ടു മീറ്റ് യു, ഇതിലേതെങ്കിലും ഒന്ന് വേണം. അപ്പം അവരും അത് തന്നെ പറയും. ഇത് അവരുടെ രീതിയാണ്, നമുക്കങ്ങനെ രീതിയില്ല. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവരുടെ രീതി ഫോളോ ചെയ്യണം. അപ്പം ഒന്നുകൂടി പറയാം, എക്സ്ക്യൂസ് മീ, ഐ ആം സാബു, വാട്ട്സ് യുവർ നെയിം? അതിങ്ങനെ എക്സ്ക്യൂസ് മീ, ഐ ആം സാബു, വാട്ട്സ് യുവർ നെയിം എന്നുള്ള ഒരേ ടോണിൽ വരരുത്, മോണോടോണസ് ആവരുത്. നമ്മളതിനൊരു റൈസിങ്ങും ഫോളിങ്ങും വേണം. എക്സ്ക്യൂസ് മീ, ഐ ആം സാബു, വാട്ട്സ് യുവർ നെയിം? ഇങ്ങനെ ഒരു ഉയർച്ച താഴ്ച വേണം സംസാരത്തിൽ. അതാണ് ഇംഗ്ലീഷ് രീതി. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ഉടനെ അവർ പറയാം ഐ ആം ജോൺ. അപ്പം നമ്മൾ ഉടനെ പറയണം ഗുഡ് ടു മീറ്റ് യു. നിങ്ങളെ പരിചയപ്പെടാൻ, മീറ്റ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക. ഗുഡ് ടു മീറ്റ് യു, താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ അവരും പറയും ഐ എം ഓൾസോ ഹാപ്പി ടു മീറ്റ് യു, താങ്കളെ പരിചയപ്പെടാൻ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് ഗുഡ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു, ഗ്ലാഡ് ടു മീറ്റ് യു, ഹാപ്പി ടു മീറ്റ് യു, പ്ലീസ് ടു മീറ്റ് യു. ഇതൊക്കെ ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി, എല്ലാം കൂടി വേണ്ട. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ മറുപടി ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാപ്പി ടു മീറ്റ് യു, ഐ എം ഓൾസോ ഹാപ്പി ടു മീറ്റ് യു എന്നൊക്കെ അവർ പറയും. അതല്ലെങ്കിൽ മീ ടു, വെറുതെ സിമ്പിളായിട്ട് മീ ടു. മീ ടു മീൻസ് എനിക്കും. ഇപ്പം മീ ടു എന്നൊരു പ്രയോഗം വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ അർത്ഥം എനിക്കും താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷമുണ്ടെന്ന്. അത് അല്ലെങ്കിൽ പറയാം സെയിം ഹിയർ. സെയിം ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സന്തോഷം പോലെ തന്നെ എനിക്കും ഇവിടെ സന്തോഷമുണ്ട്. സെയിം ഹിയർ, സെയിം ടു പറയരുത്. സെയിം ടു എപ്പോഴാണ് നമ്മൾ പറയുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് നമ്മൾ സെയിം ടു യു പറയും. അത് ഇത് തന്നെ ഞാൻ താങ്കൾക്കും നേരുന്നു എന്നാണ്. ഇവിടെ സെയിം ഹിയർ എന്ന് പറഞ്ഞാൽ താങ്കൾക്കുള്ള സന്തോഷം അതുപോലെ ഇവിടെയും ഉണ്ട് എന്നാണ്. സെയിം ഹിയർ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയും ഇത് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കാഷ്വലാണ്. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഹായ് ഇത്രയും പറയുള്ളൂ, അല്ലെങ്കിൽ ഹലോ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടലുണ്ട്. ഇത് കുറച്ചുകൂടി നല്ലൊരു രീതിയാണ്. ഇനിയും ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റുമാർ, ഹയർ ലെവലിലുള്ളവരൊക്കെ പരിചയപ്പെടുമ്പം അവർ ഇതേപോലെ ചെയ്യുന്നത് ഇതിനൊക്കെ പകരം ഹൗ ഡു യു ഡു ഇങ്ങനെയാ പറയുക. ഹൗ ഡു യു ഡു, അത് ഹലോ ഹായ് എന്ന് പറയുന്നതിന് തുല്യ, പക്ഷേ കുറച്ചുകൂടി ഫോമലാണ്, ഔപചാരികമായ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ അവർ നിങ്ങൾ കണ്ടു കാണും ചില സിനിമകളിൽ ഇതിലൊക്കെ പ്രധാനമന്ത്രിമാർ കൈ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് ഹൗ ഡു യു ചോദിക്കുന്നത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരാൾ ഹൗ ഡു യു ഡു ഇങ്ങനെയാണ് അവരുടെ. അപ്പോൾ ഒരു ചോദ്യമായിട്ടല്ല, ഹലോ ഒരു ഗ്രീറ്റിംഗ് രീതി മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ആ ഹലോ അല്ലെങ്കിൽ ഹായ് എന്നതിന് പകരം ഹൗ ഡു യു ഡു ഇത്രയേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ സുഹൃത്തുക്കളായെന്ന് വെച്ചോളൂ. നിങ്ങൾ സുഹൃത്തുക്കളായി അപ്പം ദിവസവും കണ്ടുമുട്ടുന്ന സമയത്ത് ഗുഡ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു ഒന്നും പറയാൻ പോണ്ട. അതിന് പകരം അവിടെ നമ്മൾ മലയാളത്തിലും ചോദിക്കും. പരിചയക്കാർ തമ്മിൽ കണ്ടുമുട്ടും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് നമുക്ക് മലയാളികൾക്കൊരു ചോദ്യമുണ്ട്. ഏകദേശം അതിന് തുല്യമാണ് ഹലോ ഹൗ ആർ യു. ഇതാണ് സ്ഥിരമായിട്ട്. പിന്നെ ചെറുപ്പക്കാർ വാട്സാപ്പ്, ഇങ്ങനെ പല പ്രയോഗങ്ങൾ വേറെയുണ്ട്. ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരിതാണ് ഹൗ ആർ യു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ എന്നൊക്കെയാണ്. അപ്പം നമുക്ക് അതിന് മറുപടി കൊടുക്കാം. ഐ എം ഫൈൻ, താങ്ക് യു. ആൻഡ് യു? ഐ ആം ഫൈൻ മീൻസ് എനിക്ക് സുഖമാണ്. ഐ ആം ഫൈൻ,
താങ്ക് യു മീൻസ് നിങ്ങൾ ചോദിച്ചതിന് നന്ദിയുണ്ട്. ആൻഡ് യു, ആൻഡ് വാട്ട് അബൌട്ട് യു, താങ്കൾക്കും സുഖമാണോ എന്നാണ്. അപ്പോൾ അയാൾ പറയും ഐ എം ഓൾസോ ഫൈൻ, ഐ എം ഓൾസോ ഗുഡ്, എവറിത്തിങ് ഈസ് ഫൈൻ ഹിയർ. ഇങ്ങനെ ഏതെങ്കിലും ഒരു മറുപടി അവർ കൊടുക്കും. ചില സമയത്ത് ഹൗ ആർ തിങ്സ് വിത്ത് യു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഇങ്ങനെ പല രീതിയിൽ ഇത് കണ്ടുമുട്ടുമ്പോൾ ചോദിക്കാറുണ്ട്, അത് പരിചയക്കാർ തമ്മിൽ. ഏതായാലും ഇത് പഠിച്ച് ഹൗ ആർ യു ഓർ വാട്സാപ്പ്, അത് വളരെ അടുത്തവർ തമ്മിൽ, വളരെ സ്നേഹിതരായിട്ടുള്ളവർ തമ്മിൽ പറയുമ്പോഴാണ് വാട്സാപ്പ്. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന വാക്കാണത്. അപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ പരിചയക്കാർ തമ്മിൽ സംസാരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇവർക്ക് രാവിലെ, ഉച്ചയ്ക്ക് ശേഷം, വൈകുന്നേരം, രാത്രിയൊക്കെ കണ്ടുമുട്ടുമ്പം വ്യത്യസ്തമായ പദപ്രയോഗങ്ങളുണ്ട്. നമുക്കതും മലയാളത്തിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമസ്തേ, നമസ്കാരത്തിൽ നമ്മളുടെ പരമാവധിയായി. പക്ഷെ അവർ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയും. എപ്പോഴാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്? അവർ ഒരു ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം രാത്രി 12 മണിക്ക് ശേഷമാണ്. രാത്രി 12 മണി കഴിഞ്ഞ് ഒരു പുതിയ ദിവസമായി. അപ്പോൾ ആ സമയം തൊട്ട് അവർ ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങും. രാത്രി 12 മണിക്ക് ശേഷം. അത് എത്ര മണി വരെയാണ്? അപ് ടു ലഞ്ച് ടൈം എന്നാണ്. അതായത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നവരെ. 12 മണിയാവാം, ചിലപ്പം 12 മണി 1 മണി വരെയൊക്കെ ആവാം. അതുവരെ അവർ കണ്ടുമുട്ടുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കുറച്ചൊരു ഫോമൽ ഇതിലാണ് അവർ ഗുഡ് മോർണിംഗ് എന്നുള്ള പ്രയോഗം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് തിരിച്ചും മോർണിംഗ് പറയാം. പിന്നെ ആ ലഞ്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ആ ഗുഡ് ആഫ്റ്റർനൂൺ എത്ര മണി വരെ പറയും? നമുക്ക് അപ് ടു ഓഫീസ് ക്ലോസിംഗ് ടൈമാണ്. നമ്മളിവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും, ഒരു ഉച്ച കഴിഞ്ഞ് ക്ലാസ് റൂമിലൊക്കെ ഒരു 3 മണി കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സ് കയറി വരുമ്പം പണ്ട് മുതലേ പറഞ്ഞൊരു ശീലമുണ്ട്, ഗുഡ് ഈവനിങ് സർ, ഗുഡ് ഈവനിങ് സർ. അല്ല, അവിടെ അപ് ടു ഓഫീസ് ക്ലോസിംഗ് ടൈമാണ്. അതായത് ഓഫീസൊക്കെ അടച്ചിരിക്കുന്ന സമയം. അത് 5 മണി വരെ ആവാം, മാക്സിമം 6 മണി വരെ. അപ്പോഴൊക്കെ അവർ ഗുഡ് ആഫ്റ്റർനൂൺ ആണ് പറയുക. അപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ അത് കഴിഞ്ഞാൽ, ഓഫീസ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ അപ് ടു ബെഡ് ടൈം, അതായത് ഉറങ്ങാൻ കിടക്കുന്നവരെ, ഓർ അപ് ടു മിഡ് നൈറ്റ്, രാത്രി 12 മണി വരെ അവർ ഉപയോഗിക്കുന്നതാണ് ഗുഡ് ഈവനിങ്. അവിടെ ഒരിക്കലും കണ്ടുമുട്ടുമ്പോൾ സന്ധ്യയൊക്കെ ആയി, രാത്രിയായി, ഇരുട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഒരിക്കലും അവർ ഗുഡ് നൈറ്റ് പറയില്ല. അത് പിരിയുമ്പോഴും ഉപയോഗിക്കുന്ന. അപ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ രാത്രി 12 മണി തൊട്ട് അപ് ടു ലഞ്ച് ടൈം അവരുപയോഗിക്കുന്ന ഗുഡ് മോർണിംഗ്. ലഞ്ച് ടൈം ടു ഓഫീസ് ക്ലോസിംഗ് ടൈം, വൈകുന്നേരം ഓഫീസ് അടയ്ക്കുന്നത് വരെ അവരുപയോഗിക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ. ഓഫീസ് ക്ലോസിംഗ് ടൈം ടു മിഡ് നൈറ്റ് ഓർ ബെഡ് ടൈം അവരുപയോഗിക്കുന്ന ഗുഡ് ഈവനിങ്. ഈ 3 പ്രയോഗം അറിഞ്ഞിരിക്കണം. ഇനി പകൽ സമയത്ത് നിങ്ങൾ കണ്ടുമുട്ടി പിരിയാണ്. അപ്പോൾ അവരുപയോഗിക്കുന്നത് ഹാവ് എ നൈസ് ഡേ, ഞാൻ നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു പകൽ നേരുന്നു എന്നാണ്. ഹാവ് എ നൈസ് ഡേ. അതേസമയം വൈകുന്നേരങ്ങളാണ് നിങ്ങൾ പിരിയുന്നെങ്കിൽ ഹാവ് എ നൈസ് ഈവനിങ്, ഹാവ് എ നൈസ് ഈവനിങ് എന്നാണ് അവർ ഉപയോഗിക്കുക. ചില സമയത്ത് അപ്പോഴാണ് നമുക്ക് ബൈ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ബൈ, ടാറ്റ, ഇങ്ങനെയുള്ള പ്രയോഗമൊക്കെ ഉണ്ട്. അതായത് പരസ്പരം വിട പറയുന്ന സമയത്ത്, പിരിയുന്ന സമയത്ത്, അത് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും പകലൊക്കെ ഉപയോഗിക്കുന്ന ബൈ, ബൈ ബൈ, സി യു ടുമോറോ, സി യു ലേറ്റർ, കാണാട്ടോ, നാളെ കാണാം, പിന്നെ കാണാം എന്നൊക്കെയാണ് സി യു എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഈ പ്രയോഗമൊക്കെ അവർക്കുണ്ട്. നമുക്കിത് എത്രത്തോളം നമ്മുടെ ഇതിലില്ലെങ്കിലും ഇപ്പം നമ്മൾ ഈ ഇംഗ്ലീഷിൽ തന്നെ കൂടുതൽ പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പിന്നെ കാണാട്ടോ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത് ഗ്രീറ്റിങ്സ്, കണ്ടുമുട്ടി, പിന്നെ പാർട്ടിങ്സ്, പിരിയുമ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട ഈ പദങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം, സംസാരത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ പുതിയ വീഡിയോസിൻ്റെ വിവരം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അവരോടൊക്കെ ഇത് ഏറ്റവും ഒന്നാമത്തെ ലെസൺ തൊട്ട് കാണാൻ പറയുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താൻ, അതായത് ചേർക്കാൻ വിട്ടു പോകരുത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് യുവർ. Thank you very much for watching this video. Goodbye till we meet again.